ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ് എൻ്റെ നെയിൽ കെയർ വീഡിയോ. അപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ വധഭീഷണി വരെ എത്തും എന്നുള്ള അവസ്ഥയിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഒട്ടും വൈകാതെ ചെയ്യണത്. എന്തുകൊണ്ടാണ് ഇത്രയും നാളും ചെയ്യാതിരുന്നതെന്നുള്ളത് വെച്ചാൽ ഇതാണ് ഇപ്പം നെയിലിൻ്റെ അവസ്ഥ. കണ്ടോ, ഈ ഒരു ഫിംഗറിൽ മാത്രമേ എനിക്കിപ്പോൾ നെയിലുള്ളൂ. ഞാനിതെങ്ങനെ നിങ്ങളെ പൊക്കി കാണിക്കും. അതുകൊണ്ടാണ് ഇത് ഞാനിപ്പോൾ കാണിക്കാതിരുന്നത്. പക്ഷെ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഒരുമിച്ച് വളർത്തിയെടുക്കാം. അത് കാണിക്കണമല്ലോ. നാച്ചുറലായിട്ട് പൊട്ടിയതല്ല കേട്ടോ. നാച്ചുറലായിട്ട് പൊട്ടിയെന്ന് വെച്ചാൽ എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് പൊട്ടിയതാണ്. ഞാൻ ശ്രദ്ധക്കുറവ് കൊണ്ട് വന്ന പൊട്ടിയതാണ്. എന്തെങ്കിലും എടുത്ത് പൊക്കുമ്പോഴോ അല്ലെങ്കിൽ അരിയുമ്പോഴോ അങ്ങനെയൊക്കെ സംഭവിച്ച ഇതാണ്. മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നഖം കട്ട് ചെയ്യുന്നൊരു ഇതിൽ വന്നൊരു മിസ്റ്റേക്കാണ്. അത് നിങ്ങളെ കാണിച്ചെണ്ണം. അങ്ങനെ കുറച്ച് ടിപ്സാണ് ഞാൻ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. എങ്ങനെ നെയിൽ കട്ട് ചെയ്യണം, എത്ര നാൾ കൂടുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിലൊക്കെ നമുക്കിത് പോലെ പൊട്ടൽ സംഭവിക്കാം. ഇപ്പം ഇത് പൊട്ടിയിരിക്കുകയാണ്. ഇതിന് എങ്ങനെ കട്ട് ചെയ്യുമെന്ന് അറിയില്ല, കാരണം ബ്ലഡ് വരുന്നുണ്ട്. ആ അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ട കുറച്ച് ഐറ്റംസ് നമുക്ക് നെയിൽ കട്ടേഴ്സ് വേണം, വെളുത്തുള്ളി വേണം, പിന്നെ അതാ ഗ്ലിസറിൻ വേണം, ഒരു കോട്ടനും. ഇത്ര ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇത് എന്താ എങ്ങനെയെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിനുമ്പ് നമുക്ക് നെയിൽ കട്ട് ചെയ്ത് കളയാം. എന്റെ നെയിൽ കട്ടർ ഇതാണ് ഗൈസ്. നെയിൽ കട്ടർ അല്ല, ഇതിന് മുമ്പത്തെ ഞാൻ കെട്ടി കൊടുത്ത് അപ്പൊ പറഞ്ഞ കീറി പൊളിച്ചതാണ്. ടിപ്പൊക്കെ പറഞ്ഞു തന്നാ എല്ലാം എനിക്ക് ചെയ്തു തന്നെ ജനിച്ചേട്ടനാണ് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ലാഗ് അടിച്ചത്. ടിപ്പ് ഇങ്ങനെ നഖം വളർത്തുന്നെങ്കിൽ ഇതേപോലെയൊക്കെ നിൽക്കണമെങ്കിൽ എന്താ വേണ്ടെന്ന് വിചാരിക്കണം. ആദ്യം വേണ്ടെന്ന് അറിയാമോ, എന്നെ പോലെയുള്ള ഭർത്താവ് വേണം. കാരണം പാത്രമൊക്കെ കഴുകണം. ഇല്ലാത്തവരും കാണണ്ട. അപ്പൊ എന്ത് ചെയ്യും? അങ്ങനെയൊന്നുമില്ല. പാത്രം കഴിയണം ഞാനാണ് കഴിച്ചത്. അപ്പൊ ഇതുപോലെ ഇങ്ങനെ ഇരിക്കും. എനിക്ക് മനസ്സിലാവാത്തതേ, കൊറേ പേര് ഇവളുടെ ഫാൻസ് ഉണ്ടല്ലോ ഇതിന്. സത്യമാണോ? ഞാൻ കമന്റ് കാണുന്നുണ്ട് കൊറേ പേര്. പക്ഷെ ഇതൊന്നും കാണാത്ത വീഡിയോയില് വരെ ഇത് കണ്ടുപിടിക്കണ്ട്. അതുകൊണ്ട് പറഞ്ഞിടിക്കണമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. നമുക്കിത് കട്ട് ചെയ്യാൻ ഇവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം. ഇത്രം ലെങ്ത് ആയി കഴിഞ്ഞാൽ കുറച്ച് വെട്ടിയിട്ട് ഒതുക്കണം എന്ന്. പക്ഷെ ചെയ്യാറില്ല. അപ്പൊ ഫസ്റ്റ് ടിപ്പ് എന്താന്ന് വെച്ചാൽ നമ്മള് നെയിലിന് ലെങ്ത് വെക്കാം. പക്ഷെ എപ്പോഴും ഒരു 2 days കൂടുമ്പോഴെങ്കിലും അതൊന്ന് സൈഡ് ഗ്രൈൻഡ് ചെയ്ത് ഷേപ്പ് ചെയ്ത് നിർത്തണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മളിപ്പോ കണ്ടോ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ചിലവര് നമ്മൾ ഈ ഒരു ഷേപ്പ് അതിനൊരു സൈഡിൽ കൊടുക്കാം. ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ നഖം കട്ട് ചെയ്യണമെന്ന് വിചാരിക്കും. ഈ ഒരു ഷേപ്പ് അങ്ങനെയാണെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഷേപ്പ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ സൈഡിൽ നിന്ന് നമുക്ക് നോർമലി വളരുമല്ലോ. വളർന്നു വരുമ്പോൾ ഇവിടെ ബ്രേക്കേജ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ സ്ട്രൈറ്റ് ആണെങ്കിൽ എങ്ങനെയാണെങ്കിൽ 2 days കൂടുമ്പോൾ നമ്മൾ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ഇത് എത്ര ഹെൽത്തി ഉള്ള നെയിലാന്ന് പറഞ്ഞാലും പൊട്ടിപ്പോവും. ഇത് എന്റെ ഇതുപോലെ 1 week കൊണ്ടാണ് ഇത്രയും വളർന്നത്. ശരിക്കും ഇവിടെ വെച്ച് നമ്മുടെ മാംസത്തിൽ വെച്ചിട്ട് കട്ടായി പോയ സാധനമാണ്. എന്നിട്ട് 1 week കൊണ്ടാണ് ഇത്രയും വളർന്നത്. അപ്പൊ ഇതൊക്കെ ഞാൻ ക്ലോസ് പിക്ക് ഇവിടെ ഇടാട്ടോ. നല്ല കഴിഞ്ഞ ദിവസം പോയിട്ട് ഈ വിരല് വെട്ടിയപ്പോ കട്ട് ചെയ്തിട്ട് വരാം. വേണ്ട, അല്ലെങ്കിൽ ആ അലർച്ചയൊക്കെ നാട്ടുകാരെ കാണും. കണ്ടോ, നെയില് മൊത്തം കട്ട് ചെയ്ത് ഈ ഒരു അവസ്ഥ ആക്കിയിട്ടുണ്ട്. പൂച്ച, പട്ടി, എല്ലാ ലെവലതുകളും കൂടി ഓലയിട്ടോട്ടെ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടിപ്പാണ് കേട്ടോ. ഇതെന്താന്ന് വെച്ചാൽ ഞാൻ നെയില് വളർത്തി തുടങ്ങുന്ന സമയത്ത് പൊട്ടിപ്പോവായിരുന്നു. എപ്പോഴും ഇങ്ങനെ പൊട്ടിപ്പോവായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ ഒരു കസിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് ആ കസിൻ പറഞ്ഞു തന്നൊരു വഴിയാട്ടോ. ഈ വെറുതെ ഒരു വെളുത്തുള്ളി എടുക്കുക. നമ്മളൊരു വെളുത്തുള്ളി എടുത്തിട്ട് നഖം വെച്ചാൽ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ചെയ്ത് ഒരു ജ്യൂസ് ഉണ്ടാക്കാതിരുന്നു കണ്ടോ. എന്നിട്ട് അതിങ്ങനെ ചെയ്ത് കൊടുക്കും. ജ്യൂസ് നഖത്തിലോട്ട് ആക്കുക. ഭയങ്കര മാജിക്കൽ ആയിട്ടുള്ള റിസൾട്ട് ആട്ടോ. 1 weekനുള്ളിൽ നന്നായിട്ട് വളർന്നിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. ഉറപ്പായിട്ടും ഇങ്ങനെ വിലക്കുറവൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നഖം വളരും. എന്താ ഇത്തിരി മണം ഉണ്ടാവും. കുളിക്കുന്നതിന് മുമ്പ് രാത്രി കിടക്കാൻ നേരത്തൊക്കെ ചെയ്താൽ മതി. ആഴ്ചയിൽ 1 ദിവസം പോലും കുളിക്കാത്ത അമ്മ. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ്. അങ്ങനെ ചെയ്തിട്ട് ഒരു ഓവർനൈറ്റ് വെക്കാം. ഇത് ഒരു 2 days ഒക്കെ കൂടുമ്പോഴോ എപ്പോഴും നിങ്ങൾക്ക് ടൈം കിട്ടുന്നതെന്ന് വെച്ചാൽ ചെയ്തോ. അടിപൊളിയായിരിക്കും മാജിക്. എനിക്ക് അതിന് ശേഷമാണ് എനിക്ക് ഇതിങ്ങനെ കട്ടായി പോവാതെ ബ്രേക്കേജ് ഒന്നും ഇല്ലാതെ നഖം ലോങ് ആയിട്ട് വളർന്നു തുടങ്ങിയത് ഈ പരിപാടി ചെയ്തതിന് ശേഷമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നിങ്ങളിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും കുറെ പേരോട് ചോദിച്ചപ്പോൾ റിസൾട്ട് കിട്ടിയ ഒരു സാധനമായിരുന്നു മുട്ടയില്ലേ, മുട്ടയുടെ തൊണ്ട് കഴുകി എടുത്തിട്ട് പൊടിച്ചെടുത്ത് കുറച്ച് വെള്ളമായിട്ട് മിക്സ് ചെയ്ത് നഖത്തിൽ ഇങ്ങനെ ഒരു മൈലാഞ്ചിയൊക്കെ ഇടൂലേ, അതുപോലെ ഇങ്ങനെ കവർ ചെയ്ത് വെക്കുക. അതും ഒരു നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പൊ അതും ചെയ്ത് നോക്കാം. ഇതാണ് ഞാൻ ചെയ്യാറുള്ളത്. ഞാൻ മുട്ടയുടെ ഇതുവരെയും ചെയ്തിട്ടില്ല. പക്ഷെ ചെയ്ത ആൾക്കാർ പറഞ്ഞു കേട്ടൊരു ഇതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. പക്ഷെ ഇത് വെളുത്തുള്ളി ശരിക്കും ഭയങ്കര മാജിക്കൽ റിസൾട്ട് ആയിരുന്നു കേട്ടോ. ഇതാണ് മെയിനായിട്ട് ചെയ്യണത്. ഇപ്പൊ നമ്മൾ രാത്രിയാണ് ഇത് വരട്ടി കിടക്കണമെങ്കിൽ രാവിലെ എണീറ്റിട്ട് ഇത്
കഴുകി കളയുമല്ലോ. കഴുകി കളഞ്ഞതിന് ശേഷം ഞാനൊന്ന് കഴുകിയിട്ട് വരട്ടെ. അപ്പൊ നമ്മൾ കഴുകി നീറ്റാക്കി വന്നിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ ഇതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ഗ്ലിസറിൻ എടുക്കുക. യെസ്, നിങ്ങളൊന്നും വിചാരിക്കരുത് ഞാൻ ലേറ്റ് ആക്കാൻ കാര്യം തന്നെ ഇതിലും ഒരു കാരണമാണ്. ഞാൻ ഫ്രീ കാരണം ഒറ്റയ്ക്ക് നമുക്കിത് ചെയ്യാം, പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ കുറച്ചും കൂടി പെർഫെക്ഷൻ എനിക്ക് ചേട്ടൻ ചെയ്ത് തരുമ്പോഴാണ് തോന്നാറ്. അപ്പൊ ഈ ഗ്ലിസറിൻ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളുടെ നഖത്തിലൊക്കെ ഇങ്ങനെ വല്ല പാടൊക്കെ വീണിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ കട്ട് ചെയ്യണവരൊക്കെ ആണെങ്കിൽ അറിയാം, ഈ എന്താ കത്തി വെച്ചുള്ളത് പാടൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പോവാനൊക്കെ നല്ലതാണ്. ഇതും രാത്രി വരട്ടി കിടക്കുന്ന നല്ലതല്ല, അതുകൊണ്ട് രാത്രി വരട്ടാൻ പറ്റില്ലല്ലേ. അപ്പൊ ഇത് പകല് എപ്പോ വേണേലും വരട്ടാം. ഗ്ലിസറിൻ അല്ലേ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ചെയ്യാറില്ലേ, പറ. നെയിൽ വളർന്നതിന് ശേഷം ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ നെയിൽ വളർന്നിട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഒരു 2 വീക്സും കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. എന്നിട്ട് സൈഡിൽ ഷേപ്പ് ചെയ്യുന്നതും നെയിൽ കട്ടറിന്റെ ഐറ്റംസ് ഒക്കെ വെച്ച് ചെയ്യേണ്ടതൊക്കെ കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് കണ്ടോ ഫുൾ തേച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ കയ്യിലോട്ട് വരട്ടിയാലും കുഴപ്പമില്ല. കൈക്ക് ഒരു ഇതൊക്കെ ചുളിവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സെറ്റ് ആവും. എന്റെ കയ്യിൽ ഇത്ര ഡ്രൈ കൈയാണ് എനിക്ക്. അപ്പൊ ഡ്രൈ ആയി കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി സോഫ്റ്റ് ആക്കാൻ എന്ത് ചെയ്യണം? സ്നേഹത്തോടെ എന്ത് ചെയ്യണം? ഒന്ന് ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കാം. ഇത്ര മതി ഗൈസ്, കൂടുതലായാലും അമൃതം വിഷം. കഴിഞ്ഞില്ല, വീഡിയോ കഴിഞ്ഞിട്ടില്ല. മസാജ് പറയട്ടെ, മസാജ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കട്ടെ. അപ്പൊ ഇതൊക്കെയുള്ളൂ. ഈ ഇനിയിപ്പോ ലോങ് ഹെയർ അല്ലല്ലോ, സോറി, ലോങ് ഡേയിൽ വന്നിട്ട് ഇനി നമുക്ക് ബാക്കി കാണാം കേട്ടോ. വെളുത്തുള്ളി മറക്കണ്ട, അടിപൊളിയാട്ടോ. അതാണ് മെയിൻ ടിപ്പ്. ഇങ്ങനെ പൊട്ടിപ്പോണവർക്കും അല്ലാതെ നെയിൽ നശിച്ചു പോണവർക്കൊക്കെ ഇത് യൂസ് ചെയ്താൽ മതി. പിന്നെ മെയിനായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നല്ല ലോങ് നെയിൽ ഉള്ളവരാണെങ്കിൽ ഡെയിലി ഷേപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഇങ്ങനെ മുറിയണ പോലത്തെ സാധനം വരും. അപ്പൊ പിന്നെ പൊട്ടിപ്പോകും ഉറപ്പായിട്ടും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാത്രം കഴുകുന്നവര് ശ്രദ്ധിക്കണം. പാത്രം കഴുകുന്നവര് ശരിക്കും ശ്രദ്ധിക്കണം. തുണി മടക്കുന്നവർ, തുണി വിരിക്കുന്നവർ എല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒടക്കാതിരിക്കും. ഇതൊന്നും ചെയ്യാണ്ട ഗൈസ്. അപ്പൊ ഇത്രയുള്ള ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വന്നിരുന്ന് വീഡിയോ ചെയ്യുന്നതാണ് ഇഷ്ടം, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം, ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഏത് ടൈപ്പ് വീഡിയോ ചെയ്യേണ്ടതെന്ന് പറയണം, അതനുസരിച്ചുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.